വയനാട് ദുരന്ത പുനരധിവാസത്തിന് സർക്കാർ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാം എന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് വരുന്നു. എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി ഹൈക്കോടതി തള്ളി. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നതാണ് കോടതി ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. വാർത്തയുടെ വിവരങ്ങളുമായിട്ട് ബിനില് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനില്, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്? മാർഷൽ, വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു തർക്കത്തിന് ഒരു പരിധിവരെ പരിഹാരമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സിംഗിൾ ബെഞ്ച് എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി നിരാകരിച്ചിരിക്കുകയാണ്. അതായത് എൽസ്റ്റോൺ എസ്റ്റേറ്റും ഹാരിസണുമാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഈ രണ്ട് സ്ഥലത്താണ് സർക്കാർ വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഭൂമി അളക്കുന്ന നടപടികളിലേക്ക് സർക്കാർ പോയപ്പോഴാണ് എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയിലെത്തിയത്. ഭൂമി അളക്കാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ പറയുകയാണ്. ഭൂമി അളക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഈ എസ്റ്റേറ്റ് ഉടമകൾ നൽകണം. അതായത് ഈ ഭൂമി നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ല എന്നതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതുതന്നെയാണ് സർക്കാരിന് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യവും. ഇനി ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ട് എങ്കിൽ അവർക്ക് തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് കൂടി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നു. ഇന്ന് ഹൈക്കോടതി ഈ ക്രിസ്മസ് അവധിക്കാലത്ത് പ്രത്യേക സിറ്റിംഗിലൂടെയാണ് ഈ കേസുകൾ തീർപ്പാക്കിയിരിക്കുന്നത്. കാരണം സർക്കാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുനരധിവാസത്തിന്റെ തുടർ നടപടികൾ തീരുമാനിക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് അവിടുത്തെ ടൗൺഷിപ്പ് എന്നത് സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് സർക്കാരിന്റെ ഏറ്റവും അടുത്ത മന്ത്രിസഭയിൽ ഇത് അന്തിമ തീരുമാനമാകാൻ പോകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നുകൂടി ഒരു പച്ചക്കൊടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.